എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് സ്വാഗതം. പഴുത്ത ചക്ക അങ്ങനെ അരച്ച് അതുകൊണ്ട് ചക്കട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പണി കഴിയുകയും ചെയ്യും. കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വരട്ടി അതിന് സമയം ചിലവാക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ്, അത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതാ ചക്ക ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് ചക്ക അരച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഈ ചക്കയും ശർക്കരയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് കുറച്ച് കട്ടിയായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏകദേശം 6 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി, അരമുറി നാളികേരം ചിരകിയത്, ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടിയോ റവയോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. അതുപോലെ നമുക്ക് എള്ള് ചേർക്കാം, അല്ലെങ്കിൽ നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തത് അത് ചേർക്കാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ കൂട്ട് ഇനി കുറേശ്ശെയായിട്ട് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഇലയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അരിപ്പൊടി ചേർത്തുണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമായത് ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കിയതാണ് കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല സോഫ്റ്റാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതിനേക്കാളും ഈ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ. അപ്പോൾ ഞാനിത് എല്ലാം അങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കണേ. അപ്പോൾ വാഴയുടെ അണയൊക്കെ ഇങ്ങനെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേവില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ആണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് 20 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അട നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് വേവാത്തൊരു പ്രശ്നം വരില്ല. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അട റെഡി ആയിട്ടുണ്ട്. അട കുറച്ചൊന്ന് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.